ആധുനിക വൈദ്യശാസ്ത്രം ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്ന കുറേയേറെ അസുഖങ്ങൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ സോറിയാസിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ലൂപ്പസ് എറിത്തമാറ്റിസ് എന്നൊക്കെ പറഞ്ഞ് കുറേയേറെ അസുഖങ്ങൾ ഈ പട്ടികയിൽ വരും. ഈ അസുഖങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നെന്നും ഈ അസുഖങ്ങൾക്ക് കോമൺ ആയിട്ട് എന്ത് ചികിത്സയാണ് ആയുർവേദത്തിലുള്ളതെന്നും ഉള്ളതിനെക്കുറിച്ച് ഉള്ള ഒരു ചെറിയ വിശദീകരണമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നൽകാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ രാമോഹൻ, പത്തനംതിട്ടയ്ക്ക് അടുത്ത ഓമല്ലൂരിലുള്ള വേദഗ്രാം ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ്. ആധുനിക ശാസ്ത്രത്തിൽ രോഗപ്രതിരോധ ശേഷി പലപ്പോഴും ടി സെല്ലുകളും ബി സെല്ലുകളുമായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ശ്വേതരക്താണുക്കളിൽ അധിഷ്ഠിതമായ ഒരു ശാസ്ത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവ നമ്മുടെ ശരീരത്തിൽ കയറുന്ന ഒരു ഫോറിൻ ബോഡിയോ അല്ലെങ്കിൽ രോഗാണുക്കളെയോ നശിപ്പിക്കാനായിട്ട് പല മാർഗ്ഗങ്ങളും സ്വീകരിക്കും. ഒന്ന്, ഇങ്ങനെ ഒരു രോഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ടി സെല്ലുകൾ എന്ന് പറയുന്ന അത് ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ടി സെല്ലുകളുണ്ട്. അവയെ നമുക്ക് മെസ്സഞ്ചർ ആയിട്ട് വേറെ ഒരു സെല്ലിലേക്ക് കൊണ്ടുപോയി നശിപ്പിക്കാൻ കഴിയുന്ന ടി സെല്ലുകളുണ്ട്. അതേപോലെ തന്നെ ക്രോണിക് ഇൻഫ്ലമേഷനും അക്യൂട്ട് ഇൻഫ്ലമേഷനും, ഉടനെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ശോധപ്രക്രിയയും ശോഭപ്രക്രിയയും ഉണ്ടാക്കാൻ കഴിയുന്ന ടി സെല്ലുകളും അത് ഉൽപ്പാദിപ്പിക്കുന്ന ചില കെമിക്കലുകളുമുണ്ട്. അപ്പോൾ ഈ കെമിക്കലുകളൊക്കെ ഉപയോഗിച്ച് ടി സെല്ലുകളെ നശിപ്പിക്കുമ്പോൾ അതൊരു ഫോറിൻ ബോഡിയാണെന്ന് തിരിച്ചറിയാതെ നമ്മുടെ തന്നെ കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരവസ്ഥ വരുന്നതാണ് ഇത്തരം പല അസുഖങ്ങൾക്കും കാരണമായി വരുന്നത്. ടി സെല്ലുകളായാലും ബി സെല്ലുകളായാലും എന്തുകൊണ്ട് സ്വന്തം ശരീരത്തെ ആക്രമിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടൊന്നും ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇല്ല എന്ന് തന്നെ പറയണം. അതുകൊണ്ട് തന്നെ ഈ ടി സെല്ലുകളുടെയും ബി സെല്ലുകളുടെയും അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം രോഗപ്രതിരോധ ശേഷി കുറച്ചൊക്കെ താഴ്ത്തി നിർത്തുന്നതോ അല്ലെങ്കിൽ സ്വന്തം പ്രതിരോധ ശേഷി അവതാളത്തിലാക്കുന്നതോ ഉള്ള ഔഷധങ്ങൾ പലപ്പോഴും ആധുനിക വൈദ്യശാസ്ത്രം ഉപയോഗിച്ച് കാണാറുണ്ട്. ഇങ്ങനെ ഉപയോഗിച്ച് കഴിയുന്ന ഔഷധങ്ങൾ വളരെ ദീർഘകാലം ഉപയോഗിച്ചുകൊണ്ട് ശരീരം പലപ്പോഴും വീൽ ചെയറിലായതോ അല്ലെങ്കിൽ എക്സ്റ്റെൻസീവായിട്ട് തൊലിപ്പുറത്ത് അസുഖങ്ങൾ ഉണ്ടാകുന്നതോ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പൂർണ്ണമായിട്ടും കുറേയേറെ കാലങ്ങൾ കഴിയുമ്പോൾ വീൽ ചെയറിൽ മാത്രം ഇവിടെ വരുന്ന പേഷ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ എക്സ്റ്റെൻസീവായിട്ട് ദേഹം മുഴുവനായിട്ട് തൊലിപ്പുറത്തും മറ്റും സോറിയാസിസ് പടർന്ന് പിടിച്ച് വളരെ വികലമായി വരുന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെ തന്നെ ഒരു നല്ല ശതമാനത്തിനും ഈ രോഗം മാറ്റിക്കൊടുക്കാൻ ആയുർവേദ ചികിത്സയ്ക്ക് കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ ഇത് അറിയാനും പറ്റും. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഏകദേശ വിശദീകരണം നൽകുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം.